ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അത് രാവിലെ തന്നെ പാലപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഇന്നലെ പുഴമീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് പിന്നെ വേറെ കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ മോള് സ്കൂൾക്ക് പോകാൻ വേണ്ടി അവൾക്ക് ഞാൻ ഒരു ഉള്ളിക്കറി ഉണ്ടാക്കി സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ എല്ലാവരും ഈ മീൻ കറി തന്നെയാണ് കേട്ടോ കഴിച്ചത്. അങ്ങനെ മോള് സ്കൂളിലേക്ക് പോയി ചാടിയൊക്കെ കഴിഞ്ഞപ്പോൾ അവൾക്ക് മാത്രമേ ഇന്ന് ക്ലാസ്സിലുള്ളൂ കേട്ടോ. മിന്നുവിന് മാത്രം, പൊന്നൂന് വിഷമോനിക്കൊന്നും ക്ലാസ്സില്ല. അപ്പോൾ അവൾക്കത് സ്കൂളിൽ ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ ഫസ്റ്റിൻ്റെ. അപ്പോൾ ഞാനിതാ ഇന്ന് മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് പിറന്നാളായിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുമെന്നല്ല, അങ്ങനെ പിറന്നാൾ ഞാനങ്ങനെ പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഇക്കാൻ്റെ ഉമ്മ അനിയൻ്റെ വീട്ടിലേക്ക് പോകണം, ഇക്കാൻ്റെ അനിയൻ്റെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഉമ്മ പോണതിൻ്റെ മുന്നേ ഇന്ന് മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ഞാൻ തൊലിയോട് കൂട്ടുള്ള ചിക്കനാണ് എടുത്തിട്ട് 2 ചിക്കനോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇതുപോലത്തെ മാഗി ക്യൂബാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇങ്ങനത്തെ 3 പെട്ടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനത്തെ ഒരു പെട്ടിയിൽ 2 എണ്ണമല്ലേ, അപ്പോൾ അങ്ങനെ 3 പെട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ചിക്കനോളം ഉള്ളത് കൊണ്ടാണ് ഇതുപോലെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരു ചിക്കനായിട്ടാണ് ഉണ്ടാക്കുന്നത് വെച്ചെങ്കിൽ അപ്പോൾ നിങ്ങളൊരു ഒരു പെട്ടി ഫുള്ളും, അതായത് ഒരു 3 പീസെങ്കിലും എടുക്കേണ്ടി വരും കേട്ടോ. ഇതിലിപ്പോൾ 6 പീസ് ഉണ്ട്, അപ്പോൾ 3 പീസ് എടുക്കേണ്ടി വരും. അപ്പോൾ നല്ല അടിപൊളി മന്തിയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1 ടേബിൾ സ്പൂണ് ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കളറ് ഇപ്പോൾ ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഈ കളർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ കുട്ടികൾക്ക് ഉണ്ടാക്കുമ്പോൾ അതിനെ കളറൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നതാണ് നല്ലത് കേട്ടോ. ഞാനും അങ്ങനെ തന്നെ ഉണ്ടാക്കാറ്. പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കളർ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് വിനാഗിറും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഈ സ്കൂബിൽ നല്ല ഉപ്പുണ്ട് കേട്ടോ. മാഗി സ്കൂബിൽ നല്ല ഉപ്പുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തൊലിയോട് കൂട്ടുള്ള ചിക്കൻ ആണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ ഞാൻ തൊലിയോടുള്ള കൂട്ടുള്ള ചിക്കൻ തന്നെ എടുത്തിട്ടില്ല. അപ്പോൾ കടയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവരതുപോലെ തരും കേട്ടോ. നമുക്ക് തൊലിയോടുള്ള ചിക്കൻ വേണം പറഞ്ഞാൽ അങ്ങനെ റെഡിയാക്കി തരും. പിന്നെ ചിക്കൻ ഞാനൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. മസാല ഒക്കെ നന്നായി ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഞാൻ മസാല നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മസാല തേച്ചതിന് ശേഷം 1 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. സമയം ഉണ്ടെങ്കിൽ 1 മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഇല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റെങ്കിലും ആ ഫ്രിഡ്ജിൽ താഴ്ഭാഗത്ത് വെക്കുക കേട്ടോ. ഫ്രീസറിലല്ല, താഴ്ഭാഗത്തായിട്ട് വെച്ചാൽ മതി. അപ്പോൾ ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിക്കും. ഇനി ഞാൻ ഇതിലേക്കുള്ള അരിയൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ ഞാൻ അരിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മന്തി റൈസാണ് എടുത്തിട്ടുള്ളത്. കടയിൽ ഞാൻ പറഞ്ഞാൽ കിട്ടുമല്ലോ മന്തി റൈസ് പറഞ്ഞ, അപ്പോൾ അതുപോലത്തെ ഒരു അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അത് ഞാൻ ഇതിലൊരു 5 കപ്പോളം മന്തി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് തന്നെ കഴുകിയിട്ട് ഒരു അരമണിക്കൂറോളം, 3/4 മണിക്കൂർ വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ നന്നായിട്ട് തന്നെ ഇതൊന്ന് കുതിർത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ വെള്ളം ഒക്കെ ഒഴിച്ച് കുതിർത്തിയെടുക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ ഞാനൊരു 10 മിനിറ്റോളം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചുള്ളൂ. എന്നിട്ട് അധികം ടൈം ഉണ്ടായില്ല, കാരണം ചിക്കൻ കൊണ്ടുവരാൻ തന്നെ ഒരുപാട് വൈകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മറ്റേത് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് തലേ ദിവസം തന്നെ കൊണ്ടുവരും. അപ്പോൾ പിന്നെ എനിക്ക് തലേ ദിവസം തന്നെ മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് വൈകിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അധികം സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാനൊന്നുമില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ സമയം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചോളുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മസാലക്കുള്ളിലേക്ക് നന്നായി കയറും. അപ്പോൾ ഞാനൊരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ടാകും. അതിലേക്ക് ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കണം. വെളിച്ചെണ്ണ ഒരിക്കലും ഒഴിച്ച് കൊടുക്കരുത്. ഓയിലാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്, സൺഫ്ലവർ ഓയിൽ. അപ്പോൾ ഞാൻ 2 പാനിലായിട്ടാണ് വെക്കുന്നത്, എന്നാലും പെട്ടെന്ന് കഴിയുള്ളൂ. അപ്പോൾ ഇത് ഞാനൊരു 2-3 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് കേട്ടോ. പിന്നെ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ച് വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ഭാഗം ഒന്ന് ചെറിയ കളറായപ്പോൾ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊരു അരമണിക്കൂറെങ്കിലും നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ ചിക്കനൊക്കെ ഹാർഡായിട്ടല്ലേ ഉണ്ടാവുക, നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവുക. തൊടുമ്പോഴത്തേനും ഇങ്ങനെ പോരുന്ന രീതിയിലുണ്ടാവുക. അപ്പോൾ അതുപോലെയാണ് ഈ ഒരു ചിക്കൻ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് കുക്കാക്കി എടുക്കുന്നത് കേട്ടോ. പിന്നെ ഇന്നത്തെ ദിവസം എൻ്റെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും ദിവസമില്ല, കാരണം അവർ എന്നെ കഷ്ടപ്പെട്ട് പ്രസവിച്ച് വളർത്തി വലുതാക്കിയ. അപ്പോൾ ഇന്ന് അവരുടെ ദിവസമാണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലമൊക്കെ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ പുറത്ത് കൊണ്ടുപോയി വാങ്ങിച്ചു കൊടുക്കുകയോ ചെയ്ത് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം അവരിവിടെ വീട്ടിലില്ല.
അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇക്കാൻ്റെ അമ്മ അങ്ങോട്ട് പോവുകയും ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ വീട്ടിലങ്ങനെ ഫുഡ് ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് അങ്ങനെ ഞങ്ങൾ ആഘോഷമായിട്ട് കഴിക്കാറ് ഒന്നുമില്ല. നമ്മളെ പിറന്നാൾ ദിവസമൊക്കെ നമ്മൾ ഫുഡൊക്കെ വെച്ച് ആഘോഷിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് മേടിച്ച് കൊടുക്കുക, ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക, വാങ്ങിച്ചു കൊടുക്കുക. നമ്മളെ കയ്യിൽ എന്താ വെച്ചാൽ അതിനനുസരിച്ചിട്ട് വാങ്ങിച്ചു കൊടുക്കുക. അതിലും വലിയ സന്തോഷം വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അവരുടെ ആ ഒരു സന്തോഷം കാണുമ്പോൾ നമുക്ക് അതിലേറെ സന്തോഷമാവും കേട്ടോ. അതിലും വലിയൊരു സമ്മാനം നമുക്ക് അവർക്ക് കൊടുക്കാനില്ല. അപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അരിയിലേക്കുള്ള വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പായസം ഉണ്ടാക്കുന്നുണ്ട്. പായസമൊക്കെ പിന്നെ ഞാൻ എല്ലാവരുടെ പിറന്നാളും ഉണ്ടാക്കും കേട്ടോ. ഇവിടെ ഉള്ള എല്ലാവരുടെ കുട്ടികളുടെ നിക്കാൻ്റെ ഉമ്മാൻ്റെ ആണെങ്കിലൊക്കെ എല്ലാവരുടെ പിറന്നാളും ഞാൻ പായസം ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇക്കാക്ക് പിന്നെ സേമിയ പായസമാണ് കൂടുതലായിട്ട് ഇഷ്ടം. അപ്പോൾ ഇന്ന് സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 പാനിലായിട്ട് വെച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയായി കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചിക്കൻ. കാണുമ്പോൾ നമുക്ക് ഹാർഡായിട്ട് തോന്നും അതിൻ്റെ കളർ കാണുമ്പോൾ, പക്ഷേ നല്ല സോഫ്റ്റാണ് കേട്ടോ. കാരണം നമ്മൾ അടച്ച് വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതാ ഞാൻ സേമിയത്തിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 പാക്കറ്റ് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാടൊന്നും ഉണ്ടാക്കുന്നില്ല, കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഇനി മന്തിയുടെ റൈസിലേക്കുള്ള തക്കാളിയൊക്കെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു 4 തക്കാളികൾ, ഒരു മീഡിയം സൈസ് 4 തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ 3 എണ്ണത്തിൻ്റെ കാണിക്കുന്നുണ്ട്. ഒരു തക്കാളിയും കൂടി പിന്നീട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പാലൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കാരമൽ പായസമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നില്ല കേട്ടോ. ഒരു 1.5 ടേബിൾ സ്പൂണോളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ പഞ്ചസാര കാരമലൈസ് ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം മധുരം ഉണ്ടാവുമല്ലോ. പിന്നെ അത് അതിലേക്കുള്ള ചോറിലേക്കുള്ള ക്യാപ്സിക്കം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ 2 ക്യാപ്സിക്കം ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. വലിയ വലിപ്പമുള്ള ക്യാപ്സിക്കം ഒന്നും, ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള ക്യാപ്സിക്കമാണ് എടുത്തിട്ടുള്ളത്. അതൊരു 2 എണ്ണം ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളിയും സാധനങ്ങളൊക്കെ ഞാൻ അരിഞ്ഞിട്ട് അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മാങ്ങ നല്ല അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അച്ചാറുണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഇന്നലെ എനിക്കതിന് സമയം കിട്ടാത്തത് കൊണ്ട് അപ്പോൾ ഇന്ന് ഇതിലേക്കൂടെ തന്നെ അതും ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ഞാനൊരു പാന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്കൊരു 3.5 ടേബിൾ സ്പൂണോളം ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓയിലൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇതാ ഒരു 4 ഉള്ളിയാണ് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു മീഡിയം സൈസ് വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു 4 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു വലിയ പീസ് പട്ട, പിന്നെ ഒരു 3-4 ഗ്രാമ്പു, ഒരു 3-4 ഏലക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നില്ല, ഉള്ളിൽ നിന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഞാൻ മറ്റേ അടുപ്പിൽ കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അതിൻ്റെ ഇടയിൽ കൂടെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇഞ്ചും വെളുത്തുള്ളിയും ചതച്ചത് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കണം. ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്നുണ്ട് നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഒരു തക്കാളിയുടെ പേസ്റ്റും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു കപ്പോളം ഉണ്ട് കേട്ടോ ആ തക്കാളി പേസ്റ്റ്. അപ്പോൾ ഇനി ഇതിലേക്ക് ബാക്കി നമ്മൾ ആ ഒരു കപ്പിൻ്റെ അളവിൽ തന്നെ ബാക്കി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിനുള്ള വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം ആ രീതിയിലാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 7.5 കപ്പോളം വെള്ളം വേണം. അപ്പോൾ ഞാൻ 1 കപ്പ് തക്കാളി പേസ്റ്റ് ഒഴിച്ചു കൊടുത്തുകൊണ്ട് തന്നെ 6.5 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ വെള്ളം ആദ്യം തന്നെ തിളപ്പിച്ച് വെച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇനി ഇത് തിളച്ച് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് അരി വെച്ചുള്ള ഒരു ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഇനി ഒരു 4 ഡ്രൈ ലെമണും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം നമ്മുടെ കുരുമുളകില്ലേ അതൊന്ന് ചതച്ചെടുത്താൽ കേട്ടോ. ഉരലിലിട്ടൊന്ന് ചെറുതായിട്ടൊന്നുകൊണ്ട് ചതച്ചെടുത്താണ്. അപ്പോൾ മിക്സർ ജാറിലിടുമ്പോൾ വല്ലാണ്ട് പൊടിഞ്ഞ് പോവുകയത് കേട്ടോ. ഒന്നുകൊണ്ട് ക്രഷ് ചെയ്ത് മാത്രം മതി. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഞാൻ തിളച്ച് വരട്ടെ. അപ്പോൾ ഇതാ കുട്ടികൾ പൊന്നു ഇവിടെ റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ട് അടിച്ചു വാരി ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ ഇന്ന് എല്ലാം വഴുകിയിട്ടുണ്ടാകും കേട്ടോ. ചായ കുടിക്കലും പിന്നെ ചിക്കൻ കിട്ടാൻ വഴുകലൊക്കെ ആയതുകൊണ്ട് തന്നെ പണികൾ. അപ്പോൾ എനിക്ക് അങ്ങോട്ടൊന്നും അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. കുട്ടികളവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. യേശുമോൾക്ക് ചെറുതായിട്ടൊരു പനിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവന് അവിടെ ഇങ്ങനെ ഒരു സുഖമില്ലാതെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരമൊക്കെ എടുത്ത് നടക്കുകയോ ചെയ്തിരുന്നു. പിന്നെ ഇപ്പോൾ അതവിടെ ഇരിക്കുന്നുണ്ട്.
അപ്പം ഇന്ന് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല, പിന്നെ അവന് വലിയ കുഴപ്പമില്ലാതെ കൊണ്ടപ്പോൾ അങ്ങനെ വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ തിളച്ചപ്പോൾ ഞാൻ ഇതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ പായസമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പായസം റെഡിയായി പിന്നെ അപ്പോൾ തന്നെ എല്ലാവരും കുടിക്കൽ തുടങ്ങും. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 1/4 മണിക്കൂറോളമൊക്കെ ഒന്ന് വെച്ചാൽ മതി. ഓരോരുത്തരുടെ അരിക്കനുസരിച്ചിരിക്കും നമ്മുടെ ഒരു വേവൊക്കെ. അപ്പോൾ ഞാനൊരു 1/4 മണിക്കൂറൊക്കെ ഒന്ന് നന്നായിട്ട് ഞാൻ ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അച്ചാറും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഒരുപാട് ലെങ്തിയേ പോകുള്ളൂ. പിന്നെ എനിക്ക് അധികം സമയവും ഇല്ല, പെട്ടെന്ന് തന്നെ പണികൾ തീർക്കും വേണ്ടേ. അപ്പോൾ അത് ഇക്കാൻ്റെ ഒരു ഗിഫ്റ്റാണ് കേട്ടോ, പിറന്നാൾ സമ്മാനമാണ് ഇക്കാൻ്റെ. അപ്പോൾ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ. ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നല്ല ഭംഗിയുള്ള കളറാണ്. അപ്പോൾ അതിൻ്റെ ഫാൻ്റാണ് അത് കേട്ടോ. ഫാൻറ്റിൻ്റെ അടിഭാഗം നല്ല വർക്കുണ്ട്. പിന്നെ ഷാളാണിത്. ഷാളിൻ്റെ സൈഡ് ഭാഗം ചെറിയൊരു വർക്കുണ്ട്. പിന്നെ ടോപ്പിൻ്റെ കൈ ഭാഗമാണ് കേട്ടോ. അവിടെ കൈയുടെ അവിടെയും ചെറുതായിട്ടൊരു വർക്കൊക്കെ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ സൈഡ് ഓപ്പണിൻ്റെ അവിടെയും ഒരു ചെറിയൊരു വർക്കുണ്ട്. അല്ലാത്ത പുറത്തേക്ക് കാണാനൊരു ഉദിച്ചൊരു കളറുമല്ല, പിന്നെ നല്ലൊരു ഭംഗിയുള്ള കളറാണ് കേട്ടോ. ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെയല്ല. പിന്നെ വല്ലാതെ നല്ല ഒരുപാട് കല്ലും മുള്ളൊക്കെ ഉള്ള അത് ഞാൻ അങ്ങനെയിട്ട് പറയാം, അങ്ങനത്തെ ഒരു ചുരിദാറൊന്നും കേട്ടോ. നല്ല നൂൽ വർക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടേക്ക് വേണമെങ്കിലും ഇടാനും പിന്നെ കുറച്ച് കഴിഞ്ഞ് നമുക്ക് വീട്ടിലിടാനും പറ്റും. ഞാൻ ഇപ്പോൾ ഒരുവിധം അങ്ങനത്തെ ടോപ്പാണ് എടുക്കാറ്. നമുക്ക് വീട്ടിൽ പിന്നീട് ഇടാൻ പറ്റിയ ടോപ്പാണ് എടുക്കാറ്. അപ്പോൾ അതങ്ങനെ പിറന്നാൾ അങ്ങനെ ഡ്രസ്സൊന്നും മേടിച്ച് തരാറില്ല കേട്ടോ. കാരണം അതിനും വലിയ സമ്മാനം എനിക്ക് തരലിക്കാൻ എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അവർക്ക് ഇഷ്ടമുള്ളത് വാങ്ങി കൊടുക്കലും ഒക്കെ അന്നത്തെ ദിവസം ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതിനും വലിയ സന്തോഷം എനിക്ക് വേറെ ഒന്നുമില്ലല്ലോ. അപ്പോൾ നമ്മുടെ നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനൊരു 3 പച്ചമുളക് കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് തരാൻ റെഡ് കളറും പിന്നെ യെല്ലോ കളറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്ഷനിലാണ്. ഇത് വീഡിയോയ്ക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ കുട്ടികൾക്ക് ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും ഇതൊന്നും ചേർത്ത് തീർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ മീതെ ഞാൻ ചിക്കന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ വേവിച്ചുള്ള ആ ഒരു എണ്ണയില്ലേ, അപ്പോൾ അത് ഇതിൻ്റെ മീതെ ഈ ചിക്കൻ്റെ മീതെ മാത്രമായിട്ട് ഒഴിച്ച് കൊടുക്കട്ടെ. റൈസിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ്റെ മേലെ മാത്രമായിട്ട് ഇങ്ങനെ എല്ലാ ചിക്കൻ്റെ മീതെയായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒരുപാടൊന്നും വേണ്ട, ഇതുപോലെ 2-3-4 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് സ്മോക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചാർക്കോൾ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ നടുഭാഗത്ത് അത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടിരുന്ന് അടച്ച് വെക്കണം. അപ്പോൾ ഇത് എണ്ണ ഒഴിച്ചേക്ക് തന്നെ നമ്മളിത് അടച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പുകയൊക്കെ പുറത്തേക്ക് പോവുള്ളൂ. അപ്പോൾ ഇത് ഇഷ്ടമില്ലാത്തവർ ഇത് സ്കിപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ കാരണം നമ്മുടെ ആ ഒരു അടപ്പൊന്നും ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു വെയിറ്റ് അതിൻ്റെ മീതെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ എല്ലാ പണികളും കഴിഞ്ഞ് കിച്ചണൊക്കെ നന്നായി ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പൊന്നിട്ടിയുടെ വകയും ഒരു സമ്മാനമുണ്ട്. അപ്പോൾ അവളെ എനിക്ക് ചെരുപ്പാണ് മേടിച്ച് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ഗിഫ്റ്റ് തന്നെയാണ്. അപ്പോൾ അത് ഒരുപാട് സന്തോഷമായി. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു അഭിപ്രായത്തിലുള്ള കമൻറ്റുകൾ കാണുമ്പോഴാണ് എനിക്ക് വീണ്ടും വീഡിയോ ഇടാനുള്ള ഒരു എനർജി തന്നെ കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ നടുഭാഗത്തുള്ള ആ ഒരു പാത്രം ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിലുള്ള ചിക്കനൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റണം. നമ്മൾ ചോറൊന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് ചിക്കന് പൊട്ടി പോവുള്ളൂ. കാരണം നല്ല വെന്ത് സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനല്ല. അപ്പോൾ നമ്മൾ ഇളക്കുന്ന സമയത്ത് അതൊക്കെ ആകെ ഉടഞ്ഞു പോവുള്ളൂ. അപ്പോൾ ഞാൻ ആ ചിക്കനൊക്കെ ഒന്ന് ഇതിൽ നിന്ന് മാറ്റിയെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഒരു തവി കൊണ്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ ഇടയിലൊരു റെഡ് കളറും ഇടയിലൊരു യെല്ലോ കളറൊക്കെ ആയിട്ട് ആ ഒരു ചോറ് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മന്തിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിനി വീട്ടിൽ മന്തി വെക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ മന്തിയൊക്കെ കഴിക്കാൻ എനിക്ക് പൂതി വന്ന സമയത്ത് ഞങ്ങൾ പുറത്ത് പോയി കഴിക്കുക എന്നല്ലാണ്ട് വീട്ടിലങ്ങനെ മന്തിയൊന്നും അങ്ങനെ ഇതുവരെ ഉണ്ടാക്കാറില്ല. ബിരിയാണി ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കും, പക്ഷേ മന്തി അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ. ഒന്നാമത് ഇക്കാക്ക് ഇങ്ങനത്തെ വലിയ അരിയായിട്ടുള്ള ഫുഡ് ഐറ്റംസുകളൊന്നും തീരെ ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ നമ്മൾ ഈ അരി വാങ്ങാറ് തന്നെയല്ല. പിന്നെ എപ്പോഴേലും പൂതി തോന്നുമ്പോഴോ പിന്നെ ഒന്ന് ഉണ്ടാക്കാൻ തോന്നുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കും വേണ്ടേ. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനന്ന് അങ്ങനെ ഉണ്ടാക്കിയതാണ്. കുട്ടികൾക്ക് ഇഷ്ടമാകുമ്പോൾ തിന്നാൻ തോന്നുമ്പോൾ ചെയ്യുമ്പോൾ ഞങ്ങൾ പുറത്ത് പോയി കഴിക്കുക ചെയ്യാറ് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്.
നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനും ഒക്കെ ആയിട്ടുള്ള ഒരു മന്തിയാണ്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ടും കൂടി കാണിച്ചിട്ട്, അപ്പോൾ ഇതുപോലെ നമ്മളിത് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ ആ എല്ലും അതിൻ്റെ ആ ഒരു പീസൊക്കെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇങ്ങനെ പിച്ചെടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് നല്ല വെന്തതുകൊണ്ടാണ്. നല്ല അടിപൊളി ഒരു സേമിയ. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പി മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാഞ്ഞത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണ് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് എല്ലാവരോടും ബൈ.